തമിഴ്നാട് അതിർത്തിയിലുള്ള ബാലരാമപുരത്താണ് ഞങ്ങളുള്ളത്. കുറച്ചും കൂടി പോയ തമിഴ്നാടായി. ഇവിടെ നമ്മുടെ നാട്ടറിവുകളെ പുതിയ മാർക്കറ്റിംഗ് സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് വിപണിയിൽ എത്തിക്കുന്ന ഒരാളുണ്ട്, വിദ്യ. കിയാര അല്ലേ? കിയാര ഓർഗാനിക്സ്. എങ്ങനെയാ ഈ കിയാര ഓർഗാനിക്സ് തുടങ്ങാൻ കാരണം, വിദ്യ? ഞാൻ ഓൾറെഡി 2018 മുതൽ പ്ലാന്റ്സിന്റെ ബിസിനസ് ചെയ്യുമായിരുന്നു. അപ്പോൾ അത് ഓൾ ഇന്ത്യ അയക്കുന്നുണ്ട്, ട്രിവാൻഡ്രം മുതൽ കാശ്മീർ വരെ അയക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി കസ്റ്റമേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് വുമൻ ഓൺട്രപ്രണേഴ്സ്, ക്യൂൻസ് ബിസിനസ് ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ട് വുമൻ ഓൺട്രപ്രണേഴ്സിന്റെ ഒരു ഗ്രൂപ്പിൽ ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോൾ അതിൽ ഒത്തിരി പ്രോഡക്ട്സ് ചെയ്യുന്ന, ഇപ്പോൾ ജ്വല്ലറീസ്, ഡ്രസ്സ്, ഇതുപോലുള്ള ഓർഗാനിക് പ്രോഡക്ട്സ് അങ്ങനെ ചെയ്യുന്ന ഒത്തിരി ലേഡീസ് ഉണ്ട് അവിടെ ഓൺട്രപ്രണേഴ്സ് ആയിട്ട്. അപ്പോൾ അവരിൽ നിന്ന് അതിലൊരു കുട്ടി, തൃശ്ശൂരുള്ള ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിയുടെ നിന്നാണ് ഞാൻ ക്യാരറ്റ് സോപ്പ് വാങ്ങാനിടയായത്. അത് വാങ്ങിയ ആൾക്കാരൊക്കെ ഭയങ്കര അഭിപ്രായമായിരുന്നു, നല്ല മണമാണ്, നല്ല സ്കിന്നിന് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു. പൊതുവെ എനിക്ക് ഓർഗാനിക് സാധനങ്ങളോട് ഇഷ്ടമാണ്, പ്രോഡക്ട്സിനോട് ഇഷ്ടമാണ്. അങ്ങനെ ഞാനും വാങ്ങി, ഒരു 4 സോപ്പ് വാങ്ങിയപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ തുറന്നപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി, അതിൻ്റെ സ്മെല്ല് നല്ല ഇഷ്ടമായി. അപ്പോൾ അത് കുറച്ച് ദിവസം ഞങ്ങൾ യൂസ് ചെയ്തപ്പോഴും ഇഷ്ടമായി. അപ്പോൾ നമുക്കിത് എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ എൻ്റെ ഫാമിലിയിൽ ഒരു ആയുർവേദ ഡോക്ടറുണ്ട്, പുള്ളിക്കാരിയോടും ചോദിച്ചു. അല്ലാതെ ഞാൻ യൂട്യൂബ് വഴിയൊക്കെ സെർച്ച് ചെയ്ത് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് സെർച്ച് ചെയ്ത് അങ്ങനെ ഒരു 500 രൂപ ചിലവാക്കി ഞാൻ ആദ്യം ഈ ഒരു 4 ക്യാരറ്റ് സോപ്പ് ഫസ്റ്റ് ഉണ്ടാക്കി. സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു മാജിക്കൽ റിസൾട്ട് എന്ന് തന്നെ പറയാം. നമ്മുടെ ഈ കാലില് പിന്നെ ഇങ്ങനെ പൊരിഞ്ഞിരിക്കുന്നത് വെടിപ്പ് വരെ മാറിയതാണ്. അത്രയും എഫക്റ്റീവ് ആയിരുന്നു. അങ്ങനെ ഇറങ്ങുമായിരുന്നു. അതെ. പിന്നെ ഒരു 10 ചെയ്തു. 10 ചെയ്തിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ കൊടുത്തു. അപ്പൊ നമുക്കൊരു കൗതുകമാണല്ലോ, നമ്മള് ചെയ്യുന്ന ഒരു സാധനം മറ്റുള്ളവർക്ക് ഇങ്ങനെ കൊടുക്കുക. അപ്പൊ അവരെന്താ പറയണേന്ന് അങ്ങനെ ചെയ്തപ്പോ അവര് യൂസ് ചെയ്തപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു ക്യാരറ്റ് സോപ്പിനെ കുറിച്ച് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ പിന്നെ പല സോപ്പിന്റെ ഇത് നമുക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ ലിങ്ക് കിട്ടും. അങ്ങനെ ഇപ്പൊ നീമും തുളസിയും കൂടെയുള്ള സോപ്പ് നമ്മൾ സ്കിൻ അലർജീസിനൊക്കെ വേണ്ടിയിട്ട് അത് ചെയ്തു. പിന്നെ നാൽപ്പാമരം സോപ്പ്, രാമച്ചം, അങ്ങനെ പല ഇതിലും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട പല പ്രോഡക്റ്റ് വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കി തുടങ്ങി. പ്ലാന്റ്സിന്റെ കസ്റ്റമേഴ്സ് തന്നെ നമ്മൾ ഈ സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോൾ കുട്ടികളുടെ കാര്യം ചോദിക്കാറുണ്ട്, ഇങ്ങനെ ഓയിൽ ഉപയോഗിക്കുന്നത് ഏത് ഓയിലാണെന്നൊക്കെ. അപ്പം നമ്മളിവിടെ നിന്ന് ഉണ്ടാക്കുന്ന ആ ഓയിലിന്റെ കാര്യം ഞങ്ങൾക്ക് കൂടെ ചെയ്തു തരുമെന്ന് ഒരാൾ തമിഴ്നാടുള്ള ഒരു കസ്റ്റമർ ചോദിച്ചു. അങ്ങനെ ഞാൻ അവർക്ക് ഫസ്റ്റ് 1 ലിറ്റർ ചെയ്ത് കൊടുത്താണ് ഈ ഹെയർ ഓയിലിലേക്ക് വരാൻ കാരണം. അത് കഴിഞ്ഞപ്പോൾ ഈ ആൾക്കാർ തന്നെ ഷാമ്പൂവിനെ കുറിച്ച്, അപ്പൊ ഹെയർ ഓയിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ ഷാമ്പൂവിനെ കുറിച്ച് ചോദിക്കും. അപ്പൊ പിന്നെ ഞാൻ അടുത്തേക്ക് മാറി, അങ്ങനെ മാറി വന്നു. ഇപ്പൊ എത്ര പ്രോഡക്റ്റ് ആയി? ഇപ്പൊ 52 പ്രോഡക്ട്സ് ആയി. ഇപ്പൊ കയ്യിൽ എന്താ പിടിച്ചത്? ഇപ്പൊ നമ്മുടെ ഹെയർ ഓയിലൊക്കെ 30ഓളം പച്ചമരുന്നുകൾ ചേരുന്നുണ്ട്. പച്ചമരുന്നുകൾ മാത്രമല്ല, ഇപ്പൊ നെല്ലിക്ക, ഇതുപോലെ കയ്യോന്നി, പൂവാങ്കുരുന്നില, പിന്നെ നമ്മുടെ പനിക്കൂർക്കടയില, മൈലാഞ്ചി, നീലാമരി, അങ്ങനെയുള്ള പച്ചമരുന്നുകളെല്ലാം ചേരുന്നു. മുരിങ്ങയില ചേർക്കും. പിന്നെ എണ്ണയാണെങ്കിൽ ഇതൊക്കെ തലയ്ക്ക് നല്ലതാണോ? നല്ലതാ. നല്ല മുടിക്ക് വളരെ എഫക്റ്റീവ് ആണ്. മുടി കൊഴിച്ചിൽ മാറാൻ, അങ്ങനെ മുട്ടറ്റ മുടി വരുമെന്നല്ല ഞാൻ പറയുന്നത്, മുടി കൊഴിച്ചിൽ മാറാൻ ഏറ്റവും നല്ലതാണ്. പിന്നെ ഉള്ള മുടി ഹെൽത്തി ആയിട്ടിരിക്കും. കിയാര മീൻസ് ക്ലിയർ എന്നാണ്. വെറുതെ സോപ്പ് ഉണ്ടാക്കിയപ്പോ എല്ലാരും ഇങ്ങനെ യൂസ് ചെയ്തവരൊക്കെ പറഞ്ഞു ഇനി ഇതൊരു ബ്രാൻഡായിട്ട് തന്നെ ചെയ്യണം. നമ്മുടെ പ്ലാന്റ്സിന്റെ ബിസിനസ്സിന് അങ്ങനെ ബ്രാൻഡിന്റെ ആവശ്യമില്ല. അത് കഴിഞ്ഞപ്പോ ഓർഗാനിക് പ്രോഡക്ട്സ് തുടങ്ങിയപ്പോ എന്തായാലും ഒരു ബ്രാൻഡ് നെയിം വേണം. അങ്ങനെയാണ് ക്ലിയർ ആയി കിയാരയിലെത്തി. ഈ ചെടികളൊക്കെ ഇവിടുന്ന് തന്നെ പൊട്ടിക്കേണ്ടതാണ് വീട്ടുവളപ്പിലും. ഞങ്ങളുടെ തൊട്ടടുത്ത് വയലാണ്, പാടമാണ്. ഈ അവിടുന്ന് ഇഷ്ടം പോലെ കിട്ടും. ആദ്യമൊക്കെ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തോണ്ടിരുന്നത്. മിക്കവാറും ആൾക്കാർക്ക് പൂവാങ്കുറുന്നില ഏതാ, കയ്യോന്നി ഏതാ, ചെറുള ഏതാ ഇതൊന്നും അറിയില്ല. മുരിങ്ങല മാത്രം അറിയാമെന്നുള്ള മട്ടിലാണ്. ഇതൊക്കെ എങ്ങനെ പഠിച്ചു? അതൊക്കെ നമുക്ക് നേരത്തെ അറിയാം. എന്റെ അമ്മ നമ്മള് പണ്ട് പോലെ ഞങ്ങൾക്ക് അറിയാം കയ്യോന്നിയത്. പിന്നെ ഞങ്ങളങ്ങ് പഠിക്കും. പ്രത്യേകിച്ച് പ്ലാന്റ്സിന്റെ ബിസിനസ്സും കൂടെ ആയതുകൊണ്ട് അത്യാവശ്യം ഫ്രൂട്ട് പ്ലാന്റ്സും ഈ മെഡിസിൻ പ്ലാന്റ്സും ഒക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ തന്നെ നമ്മൾ പഠിച്ചോളും.
വർദ്ധനി എന്ന് പറഞ്ഞാൽ ഇതിലൊരു വയലറ്റ് കളർ പൂ വരും. ഇതൊക്കെയാണ് നമ്മുടെ ഹെയർ ഓയിലിൽ നമ്മൾ ചേർക്കുന്നത്. ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് അങ്ങനെ മനസ്സിലായി? ഇതൊക്കെ പണ്ട് മുതലേ നമ്മൾ ഇതെല്ലാം ചേർത്താണ് ഹെയർ ഓയിൽ ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ ഇല തന്നെ നല്ല മണമാണ്. പിന്നെ ഇത് മൈലാഞ്ചി, പിന്നെ ബ്രഹ്മിയുണ്ട്, പിന്നെ ഈ ചെമ്പരത്തി പൂവ്, ചെമ്പരത്തി ഇല, പിന്നെ നമ്മുടെ മുരിങ്ങയില, പിന്നെ ഈ കറ്റാർ വാഴ ഉപയോഗിക്കും. പിന്നെ നമ്മുടെ റോസ്മേരി ലീവ്സ് ഉണ്ട്, അത് നമ്മൾ വാങ്ങും. കുറച്ചിവിടെ ഉണ്ട്, പക്ഷെ അതൊന്നും തികയില്ല. റോസ്മേരിയുടെ ലീവ്സ് വാങ്ങും. പിന്നെ എന്താ കരിഞ്ജീരകം ചേർക്കും. അങ്ങനെ 30 കൂടുതൽ പച്ചമരുന്നുകൾ ചേർത്താണ് നമ്മൾ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത്. പിന്നെ അത് ഭയങ്കര ഡിമാൻഡാണ്. നമുക്ക് ഒരിക്കൽ വാങ്ങുന്ന ആൾക്കാർ തന്നെ ഇപ്പൊ എക്സിബിഷൻസിന് വെക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് പോകണമെന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഡിമാൻഡുള്ള പ്രോഡക്റ്റ് ആണ് ദന്തപാല ഓയിൽ എന്ന് പറയും. അത് ഡാൻഡ്രഫിനുള്ളതാണ്. ഡാൻഡ്രഫ്, സോറിയാസിസ്, മൾട്ടി യൂസ് ആണ് അത്. ഇപ്പൊ നമ്മുടെ ഹെയറിലും ബോഡിയിലും യൂസ് ചെയ്യാം. ഇപ്പൊ എത്ര ഹെവി ഡാൻഡ്രഫും പുറ്റുപോലുള്ള താരൻ എന്നൊക്കെ പറയും, അതെല്ലാം മാറും. പിന്നെ ഉള്ളത് ബോൺസെറ്റ് ഓയിൽ, അതാണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത്. ചങ്ങലം വരണ്ടെന്ന് പറഞ്ഞത് ഇതാണ് ആ പ്ലാന്റ്. മനുഷ്യന്റെ അസ്ഥിയുടെ ആ ഒരു ഒടിഞ്ഞെല്ല് കൂടുന്ന പറയാം. ഒടിഞ്ഞെല്ല് കൂടും, അതാണ് ചങ്ങലം വരണ്ടയുടെ ബോൺ സെറ്റർ എന്ന് തന്നെയാണ് പറയുന്നത്. ഇതിലൊക്കെ വേരുണ്ട്, ഇത് നന്നായിട്ട് പെട്ടെന്ന് പിടിക്കും. ഇതാണ് ദന്തപാല. ഇതിന്റെ ഇലയാണ് എടുക്കുന്നത്. ഈ ഇലയാണ്. ഇതിപ്പോ നമ്മള് ഇങ്ങനെ പൊട്ടിക്കുമ്പോ ഇതൊരു കറ വരുന്നുണ്ടോ? ഈ കറയാണ് ഇതിന്റെ മെഡിസിൻ എന്ന് പറയുന്നത്. ഇത് നമ്മള് ഇരുമ്പ് കൊണ്ടൊന്നും തൊടാൻ പറ്റില്ല. ഇപ്പൊ നമ്മള് കത്രിക കൊണ്ടൊന്നും ഇത് മുറിച്ച് എണ്ണയിൽ ഇടാൻ പറ്റില്ല. നമ്മള് കൈ കൊണ്ട് തന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഇടണം, പൊട്ടിച്ചിടണം. അപ്പൊ ഈ കറ ഫുള്ള് ഈ എണ്ണയിലാവുമ്പോഴാണ് ആ കളർ മാറുന്നതും വരുന്നത്. ഭയങ്കര ഡിമാൻഡാണ്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഓയിലാണത്. ഇത് നമ്മൾ ചെറുതിലേ മുതൽ ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഓയിൽ തന്നെ യൂസ് ചെയ്ത മുടി വളർച്ചയ്ക്ക് നല്ലതാണ്. പ്രിമച്വർ ഗ്രേ ഹെയർ തടയും എന്നാണ്. അതായത് പ്രിമച്വർ, അതായത് 20 വയസ്സ് 25 വയസ്സാകുമ്പോഴേ ഇപ്പൊ മുടി നരയ്ക്കുന്നുണ്ടല്ലോ, അതിനെ തടയും. അപ്പൊ അങ്ങനെയാണ് കിയാര മാർക്കറ്റിലെത്തിയത്. ഈ ദന്തപാലയിൽ തന്നെ നമ്മൾ സോപ്പ് ചെയ്യുന്നുണ്ട്. അതും ഇപ്പൊ സോപ്പ് ഉപയോഗിക്കുന്നവർക്ക് ആ ദന്തപാല സോപ്പ് ഉപയോഗിച്ചാൽ ഒരുവിധപ്പെട്ട സാധാരണ എല്ലാ സോപ്പ് ഉപയോഗിച്ചാലും ഒരുപോലെയല്ലേ? അല്ല. സ്കിന്നിന് നമ്മൾ സാധാരണ സോപ്പിലെന്ന് പറയുമ്പോൾ എന്തായാലും കാസ്റ്റിക് സോഡ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാതെ നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കാസ്റ്റിക് സോഡയ്ക്കകത്ത് വെറുതെ പെർഫ്യൂമും ചേർത്ത് എന്തെങ്കിലും കളർ ഇപ്പൊ പപ്പായ സോപ്പിന് പപ്പായയുടെ മഞ്ഞ കളർ ആഡ് ചെയ്തിട്ട് പപ്പായ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും പപ്പായ ആവത്തില്ല. നമ്മുടെ തൊടിയിലുള്ള ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പപ്പായ നമ്മുടെ ഇതിൽ നിന്ന് പപ്പായ പൊട്ടിച്ച് അതിന്റെ പൾപ്പ് അരച്ച് ചേർത്താണ് പപ്പായ ഉണ്ടാക്കുന്നത്. മറ്റേ സോപ്പിനെ പോലല്ല, നമ്മുടെ ഇത് നാച്ചുറൽ സാധനങ്ങൾ അരച്ച് ചേർക്കുന്നുണ്ട്. ഷെൽഫ് ലൈഫ് കുറച്ച്, മറ്റേത് ഒരു 1 year വരെ ഇരിക്കുന്നത്, ഇത് ചിലപ്പോൾ ഒരു 4 മാസം 5 മാസം വരെ ഇരിക്കത്തുള്ളൂ. അങ്ങനെയുണ്ട്. പിന്നെ നീമും തുളസിയുടെ സോപ്പ് എന്ന് പറഞ്ഞാൽ വേപ്പിലയും തുളസിയിലയും നമ്മൾ അരച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. വേപ്പിലയും എടുത്ത് തുളസിയിലെടുത്തിട്ട് അത് അരച്ച് ഈ സോപ്പ് ബേസിലോട്ട് ചേർത്ത് പിന്നെ ഗ്ലിസറിൻ ചേർക്കും, വൈറ്റമിൻ ഇ ചേർക്കും, തേന് ചേർക്കും, ആൽമണ്ട് ഓയിൽ ചേർക്കും, സാഫ്രോൺ ഓയിൽ ചേർക്കും. എന്ത് വില ഒരു സോപ്പിന്? 100 നമ്മള് ഇപ്പൊ ഒരു കിലോ സോപ്പ് ബേസിൽ 10 സോപ്പ് നമുക്ക് ഉണ്ടാക്കാം. 9, 10 അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമ്മള് 100 രൂപ വെച്ചാകുമ്പോ നമുക്ക് വലിയ പ്രോബ്ലം വരില്ല. ഇതിന് നമ്മൾ കുറേശ്ശല്ലേ ചേർക്കത്തുള്ളൂ. ഈ സാധനങ്ങളെല്ലാം ഒരു കണക്കുണ്ട്, അത് വെച്ചിട്ട് നമ്മൾ ചേർക്കും. അപ്പൊ 2 കിലോ ആണ് 5 കിലോ ആണ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള നമ്മൾ ചെയ്യും. 21 തരം സോപ്പ്, പിന്നെ ഹെയർ ഓയില്, ചങ്ങലംപരന്റെ ഓയില്, ദന്തപാല ഓയിൽ അല്ലേ? പിന്നെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ, അതായത് വർണ്ണിയം ഓയിൽ എന്ന് പറയും. തിളങ്ങും. അത് നമ്മള് ഈ കുട്ടികളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. കുട്ടികൾ തൊട്ട് ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാം. അതിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വെർജിൻ കോക്കനട്ട് ഓയിലാണ്. തേങ്ങാപ്പാൽ ഉരുക്കി അതിനെ എണ്ണ ആക്കിയിട്ട് അതിൽ നമ്മൾ ക്യാരറ്റ് അരച്ച് ചേർക്കും, ബീട്രൂട്ട്, മഞ്ചിഷ്ട എന്ന് പറയും, ഒരു ആയുർവേദ വേരാണ്, പിഗ്മെന്റേഷൻ മാറാനാണ്. മഞ്ചിഷ്ട, ഇരട്ടി മധുരം, ഇതെല്ലാം നമ്മൾ അങ്ങാടിക്കടയിൽ കിട്ടും. ഇതെല്ലാം വാങ്ങിയിട്ട് ഇതിനെ അരച്ചങ്ങ് ചേർക്കുവാണ്. അതിൽ ചേർത്ത് ഈ ആ എണ്ണ തിളച്ച് വരുമ്പോൾ പണിയുണ്ട്. അതെ, നല്ല പണിയുണ്ട്. പക്ഷെ അത് കിട്ടുമ്പോൾ ആ ഒരു റിസൾട്ട് കിട്ടുമ്പോൾ നമുക്ക് അവാർഡ് കിട്ടുന്നതിനേക്കാളും സന്തോഷമാണ്. ലൈസ് കൺട്രോൾ ഓയിൽ, പേന് മാറാൻ. അതൊക്കെ ഈ അടുത്ത് നമ്മള്
ഇതും കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ട് തന്നെ ചെയ്തതാണ്. ഈ അടുത്ത കാലത്തായിട്ടാണ് അത് ചെയ്തു തുടങ്ങി. പെയിൻ കൺട്രോൾ ചെയ്യാൻ ഓയിൽ മര്യാദക്ക് തല തേച്ച് കുളിച്ചാ പോരെ? അങ്ങനെയല്ല, പെയിൻ കൺട്രോൾ ചെയ്യാൻ നമ്മള് വേപ്പിലയൊക്കെ നമ്മളിപ്പോ സാധാരണ നമ്മുടെ ഇതിലൊന്നും നമ്മൾ വേപ്പിലൊന്നും ചേർത്തല്ലല്ലോ കുളിക്കുന്നത്. വേപ്പില അരച്ച് ഈ ഓയിലിൽ ചേർക്കും. പുതിന, വേപ്പും പുതിനയാണ് ഈ പേന് മാറാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് നമ്മൾ. അപ്പൊ അതിന്റെ ആ ഒരു സ്മെല്ല് എന്തായാലും ആ ഓയിലിലുണ്ട്. നമ്മൾ അരച്ച് ചേർക്കുമ്പോൾ നമ്മൾ കുറച്ചൊന്നും പോരാ, അത് നല്ല ക്വാണ്ടിറ്റി തന്നെ വേണം. അത് അരച്ച് ചേർക്കുമ്പോൾ ഈ ഓയിലാകുമ്പോൾ അത് നമ്മുടെ മുടിയിലാകുമ്പോൾ തന്നെ അത്യാവശ്യം പേനും അങ്ങനത്തെ പ്രശ്നങ്ങള് ഡാൻഡ്രഫ് വരെ മാറും. പിന്നെ അതില് നമ്മള് ഹെയറിന് വേറെ ഗ്രോത്തും കൂടെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ചെമ്പരത്തി പൂവും ചെമ്പരത്തി ഇലയും നീലാമരിയും ഒക്കെ ചേർക്കുന്നുണ്ട്. ഇതിപ്പോ മൾട്ടിപെറ്റലാണ്, അടുക്കാണ്. ഇത് നമ്മള് അന്നന്ന് കളക്ട് ചെയ്ത് ഉണക്കിയെടുക്കും. ഉണക്കി വെച്ചിട്ട് അതിൽ നമ്മൾ സോപ്പ് ഉണ്ടാക്കും. ശംഖുപുഷ്പത്തിൽ സോപ്പ് ഉണ്ടാക്കും. അത് ഗ്ലിസറിനിലിട്ട് വെച്ചിട്ട് അതൊരു 2-3 ആഴ്ച കഴിയുമ്പോൾ ചായ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ഉണ്ടാക്കാൻ പറ്റും. അത് നോക്കിയിട്ടുണ്ടോ? അത് ചെയ്ത് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കാറുണ്ട്, വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ട്. പക്ഷെ അതിന്റെ മാർക്കറ്റിലേക്ക് നോക്കിയിട്ടില്ല. അപ്പൊ ദിവ്യ ഇപ്പൊ ഒരുവിധം എന്ത് കിട്ടിയാലും പിടിച്ച് സോപ്പ് ഉണ്ടാക്കും, അല്ലെങ്കിൽ എണ്ണ ഉണ്ടാക്കും. വെറുതെ ഉണ്ടാക്കല്ല, ആയുർവേദ വിധി പ്രകാരമാണ്. കുറച്ച് കാര്യങ്ങൾ കൂടി ബാക്കിയുണ്ട്. ഇത് ജെല്ലാണ്. ഇത് അലോവേര ജെല്ല്. നമ്മുടെ ഈ അലോവേര തന്നെയാണ് ഉപയോഗിക്കുന്നത്. അലോവേര ഇതിൽ തന്നെ നമ്മള് വേറെ പ്യുവർ ജെല്ല് മാത്രല്ല, ഇതിനകത്ത് സ്കിൻ മോയ്സ്ചറൈസിങ് ജെല്ലാണ്. ഇതാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഈ ജെല്ലാണ്. ഇതിൽ നമ്മള് ഗ്ലിസറിൻ ചേർക്കും. ടീ ട്രീ ഓയിൽ എന്ന് പറയും, തേയിലയിൽ നിന്നുണ്ടാക്കുന്നതാണ്. സ്കിന്നിന് വളരെ എഫക്റ്റീവ്, സ്കിന്നിന് ഹെയറിനൊക്കെ. ടീ ട്രീ ഓയിൽ ചേർക്കും, പിന്നെ ഗ്ലിസറിൻ ചേർക്കും, പിന്നെ വൈറ്റമിൻ ഇ ഉണ്ട്. വൈറ്റമിൻ ഇ ഇവിയോണിന്റെ ടാബ്ലറ്റ് ഉണ്ടല്ലോ, ഒരു പച്ച കളർ കണ്ടിട്ടുണ്ടോ? അതും ഇതില് ആഡ് ചെയ്യും. ഇത് അലോവേര തന്നെയാണ്. ഇതില് സാഫ്രോണും കൂടെ ആഡ് ചെയ്യും. റേറ്റിന് വ്യത്യാസം വരും. ഇതിന് 200, ഇതിന് 300 ആണ്. സാഫ്രോൺ കൂടെ ആഡ് ചെയ്യും. സാഫ്രോൺ നമ്മള് ഇപ്പൊ ഇന്ന് ചെയ്യുവാണെങ്കിൽ തലേ ദിവസം നമ്മൾ റോസ് വാട്ടറിൽ ഡിപ്പ് ചെയ്തിടും. ഒരളവുണ്ട് സാഫ്രോണിന്. അത് ഡിപ്പ് ചെയ്തിടുമ്പോ പിറ്റേ ദിവസം ആകുമ്പോ ആ റോസ് വാട്ടറിൽ ഇതിന്റെ കളറ് കംപ്ലീറ്റ് ആയി. കളറാണ് ഇപ്പൊ ഇതിൽ കാണുന്നത്. കളറാണ് യെല്ലോ കളർ. ഇതെന്താ കൂൾ മിന്റ് എന്നൊക്കെ പറഞ്ഞു കാണിക്കുന്നത്? ഇത് നീമും കൂടെയുള്ള ഫേസ് വാഷ് ആണ് ഇത്. ഫേസ് വാഷ് ഇത് മുഖത്ത് കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ട് നീമും മിന്റും നല്ലതാണ്. ഒരു കൂളിംഗ് ഇഫക്റ്റ് ആണ് കിട്ടുന്നത്. കുക്കുംബർ ജെല്ല്, ഇത് കണ്ണിനടിയിലെ കറുപ്പ് മാറാൻ വേണ്ടിയിട്ട് കുക്കുംബർ അരച്ച് ചേർത്താണ്. ഇതൊക്കെ ഫ്രിഡ്ജ് വെച്ച് തന്നെ യൂസ് ചെയ്യേണ്ടതാണ്. ചെമ്പരത്തി ജെല്ല്, ചെമ്പരത്തി ജെല്ല് എന്ന് പറയുമ്പോൾ ഇത് പ്യുവർ നമ്മുടെ ഈ ചെമ്പരത്തി പൂവ് തിളപ്പിച്ച്. എല്ലാ ചെമ്പരത്തി പൂവും പറ്റും. ഇവിടെ ഈ 5 ഇതളുള്ള ചെമ്പരത്തി അല്ല ഇവിടെ ഏറ്റവും നല്ലത്. അതല്ലേ ഏറ്റവും നല്ലത്? അതുണ്ട്. അവിടെ ഉണ്ടല്ലോ, അതാണ് ഏറ്റവും നല്ലത്. അതാണ് നല്ലത്. അതും അടുക്ക് ചെമ്പരത്തി നല്ലതാണ്. അത് നല്ലതാ. ഇത് നമ്മൾ തിളപ്പിച്ച് നന്നായിട്ട് വറ്റിച്ചെടുക്കും. അതിന്റെ സിറപ്പാണ് അലോവേരയും കൂടെ ചേർത്താണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിപ്പോ ഇതില് 3 ഐറ്റമാണ്: നെല്ലിക്ക, മൈലാഞ്ചി, നീലാമ്പരി. ഇത് 3ഉം കൂടെ നമ്മൾ ഉണക്കി പൊടിച്ച് ആ പൊടിയില് അമോണിയ പോലുള്ള ഹാംഫുൾ കെമിക്കൽ ഇല്ല. സിട്രിക് ആസിഡും ഹൈഡ്രജൻ പെറോക്സൈഡ് 0.1. ഇപ്പൊ 5 kg പൗഡർ ആണെങ്കിൽ അതിൽ 0.1% ആണ് ചേർക്കുന്നത്. അത് ചേർത്താൽ മാത്രമേ കറക്കത്തുള്ളൂ. അങ്ങനെ. അതല്ലാതെ ഹെയർ പാക്ക് സെപ്പറേറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ശിക്കക്കായും നീലാമരി, നെല്ലിക്ക അതെല്ലാം കൂടെ അത് പ്യുവർ ഓർഗാനിക് ആണ്. സജി, ഇത് ഇനിയുണ്ട് പ്രോഡക്ട്സ് അല്ലേ? ഇതിനുള്ളിൽ ഓരോന്ന് ഒളിപ്പിച്ച് വെച്ചേക്കാം. ഇതൊക്കെ എന്താ സാധനം? സജി ബഹ്റൈനിലാണ്. അപ്പൊ ലീവിനൊന്നും 2 മാസം ലീവ്, ഇപ്പൊ 1 മാസമായി. ഇതൊക്കെ എന്താ? ഇത് ലിപ് ബാം ആണ്, നാച്ചുറൽ ലിപ് ബാം. ഇതൊക്കെ നമ്മൾ പ്യുവർ ബീട്രൂട്ടിൽ തന്നെ ചെയ്തെടുക്കുന്ന ലിപ് ബാം ആണ്. ലിപ്സ്റ്റിക്കിന് വേണ്ടി വാശി പിടിക്കുന്ന കുട്ടികൾ ഉണ്ടാവുമല്ലോ, അവർക്ക് വരെ ഇട്ട് കഴിഞ്ഞാൽ പോയാലും പ്രശ്നമൊന്നുമില്ല, കളറും ഉണ്ടാവും. ഇത് റോസ് പെറ്റൽസിന്റെ ആണ്, റോസാപ്പൂവിന്റെ ഇതളുകൾ വെച്ചിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഇനി ജെൻസിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലിപ്സിന് പിഗ്മെന്റേഷൻ ഉണ്ടാവും ചിലർക്ക്, ഇങ്ങനെ കറുത്തിട്ടിരിക്കും. പിന്നെ ചുണ്ട് പൊട്ടലൊക്കെ ഉണ്ടാവും വിന്റർ സമയത്ത്. അതിനെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് കൺമഷിയാണ്. ഇത് കയ്യോന്നിയും പൂവാങ്കുരുന്നില, തുമ്പ, തിപ്പലി, നാരങ്ങ,
പിന്നെ അഞ്ജനക്കല്ല്, പച്ചക്കർപ്പൂരം, ആവണക്കെണ്ണ, നെയ്യ് ഇതെല്ലാം ഇതിൽ ചേരുന്നുണ്ട്. ഇതെല്ലാം അരച്ച് ചേർത്ത് നമ്മൾ കോട്ടൺ തുണിയിൽ ഈ പച്ചമരുന്നിൽ മുക്കി വെക്കും. മുക്കി വെച്ച് 7 ദിവസം നിഴലത്ത് ഉണക്കും. ഇത് വെയിലിൽ ഉണക്കാൻ പാടില്ല, നിഴലിൽ ഉണക്കി ആ തുണിയെ നമ്മൾ നെയ്യും നല്ലെണ്ണയും ആവണക്കെണ്ണ ഒഴിച്ച് കത്തിക്കും. ആ ചാരം വരുന്ന അതിൻ്റെ പുകയാണ് ഇങ്ങനെ കരിയായിട്ട് വരും. അതിനെ നമ്മൾ എടുത്തിട്ട് അതിൽ അഞ്ജനക്കല്ലും പച്ചക്കർപ്പൂരവും ആവണക്കെണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്ത് ആണ് കണ്മഷിയാക്കുന്നത്. അഞ്ജന കണ്ണെഴുതി എന്നൊക്കെ പണ്ട് സിനിമ പാട്ട് പാടിയത് ഈ ലൈനിലാണ്. കണ്ണെഴുതി അതാണ് ഇത്. ക്യാരറ്റ്, ബീട്രൂട്ട്, മഞ്ചിഷ്ട, ഇരട്ടി മധുരമൊക്കെ ചേർത്ത് ഉരുക്കെണ്ണയിൽ ചെയ്യുന്നതാണ് സ്കിൻ കെയർ ഓയിൽ. ഇതും വളരെ എഫക്റ്റീവാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ ഈ ബോൺ സെറ്റർ ഓയിൽ, ചങ്ങലം വരണ്ടയുടെ എണ്ണ. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യം മാർക്കറ്റിലേക്ക് വരും, അത് എങ്ങനെ കുപ്പിയിലാണ് അല്ലേ? ഇതുകൊണ്ടിപ്പോ ഏതെങ്കിലും ഡോക്ടർമാരോ ആയുർവേദ വൈദ്യന്മാരോ അവരൊക്കെ ഇതിനെ പറ്റിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു? അവരാണ് വാങ്ങുന്നത്. അവര് വാങ്ങുന്നുണ്ട്. ആയുർവേദ ഡോക്ടേഴ്സ് അവരുടെ ഹോസ്പിറ്റലിൽ വേണ്ടിട്ട് വാങ്ങുന്നു. അവർക്ക് ധൈര്യം 20-30 ബോട്ടിലൊക്കെ ഒരുമിച്ച് മേടിക്കും അവര്. പിന്നെ ഇത് നമ്മുടെ മഞ്ചിഷ്ടയുടെ ഫേസ് വാഷ് ആണ്. മഞ്ചിഷ്ട എന്ന് പറഞ്ഞ ഒരു ആയുർവേദിക് വേരാണ്. അത് നമ്മള് പിഗ്മെന്റേഷൻ മാറാനും സ്കിന്നിന് കളർ കൊടുക്കാനും നല്ലതാണ്. ഇതിന്റെ തന്നെ ലിപ് ബാം ഉണ്ടാക്കുന്നുണ്ട്, കറുപ്പ് മാറാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ ലിപ് ബാം ഉണ്ടാക്കുന്നുണ്ട്, ഇതിന്റെ സോപ്പ് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ഫേസ് വാഷ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ സ്കിൻ കെയർ ഓയിലിൽ മഞ്ചിഷ്ട ഉപയോഗിക്കുന്നുണ്ട്. മഞ്ചിഷ്ടയെ കുറിച്ച് അറിയാവുന്ന ആൾക്കാര് ഉപയോഗിക്കും. ഇത് വൈറ്റമിൻ സിയുടെ ഫേസ് സിറമാണ്. ഇത് വൈറ്റമിൻ സി, അതായത് വൈറ്റമിൻ സി ആയിട്ട് യൂസ് ചെയ്യുന്ന ഓറഞ്ചിന്റെ പീലാണ്. ഓറഞ്ചിന്റെ തൊലി നമ്മൾ ഉണക്കിയിട്ട് അത് റോസ് വാട്ടറിൽ ഡിപ്പ് ചെയ്ത് 24 hours ഇട്ടിട്ട് അതിനെ അരച്ച് പിഴിഞ്ഞെടുത്തിട്ട് അതിലാണ് ഫേസ് സിറം. ഇതും ഫേസിന് കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ കരിമങ്ങലിയൊക്കെ മാറാൻ വേണ്ടിട്ട് ഇത് നല്ലതാണ്. നല്ല യൂസ്ഫുൾ ആണ്. ഇതിനിപ്പോ ഈ ഒരു ബോട്ടിലിന് 300 രൂപ റേറ്റ് ഉണ്ട്. ഇതിന് സാഫ്രോൺ ഓയിലാണ്. ഇതിന് നമ്മൾ കാണിച്ചില്ലേ കുങ്കുമാതി ഓയിൽ, അതാണ് ഇതിൽ ചേർക്കുന്നത്. ആ കുങ്കുമാതി ഓയിലിന് 10 ml 575 രൂപയുണ്ട്. ആ കുങ്കുമാതി ഓയിൽ ചേർത്താണ് ഇത് ചെയ്തേക്കുന്നത്. ഇത് ഞവര അരിയിൽ ഉണ്ടാക്കുന്ന ഫേസ് പാക്ക് ആണ്. ഇതില് ഞവരാരി മാത്രമല്ല ഉള്ളത്, സാൻഡൽ പൗഡർ ഉണ്ട്. ഇത് അങ്ങാടി കടയിൽ നിന്ന് കിട്ടും. ഞവരാരി നമ്മൾ വാങ്ങി കഴുകി ഉണക്കി പൊടിക്കുന്നതാണ്. പിന്നെ ഞവരാരി ഉണ്ട്, മുൾട്ടാണി മിട്ടിയുണ്ട്, മഞ്ചിഷ്ടയുണ്ട്, ഇരട്ടി മധുരം ചേരുന്നുണ്ട്, റെഡ് സാൻഡൽ. അല്ല വിദ്യ, പറഞ്ഞ സാധനങ്ങളൊക്കെ ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞു തന്നപ്പോ ഇതൊക്കെ അതിന്റെ സീക്രട്ട് ഒക്കെ ഇപ്പൊ നാട്ടുകാർക്ക് മനസ്സിലായില്ലേ? കുഴപ്പമില്ല, ചെയ്യുന്നവര് ചെയ്തോട്ടെ, എല്ലാരും മെനക്കെടണമെന്നില്ലല്ലോ. നമ്മുടെ കസ്റ്റമേഴ്സ് കൂടുതലും ജോലിയുള്ള ആൾക്കാരാണ്, അവർക്കൊന്നും ഇത് ചെയ്യാനോ. പിന്നെ ഞാൻ സോപ്പൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് ഒരുപാട് പേര് എന്നോട് ചോദിച്ച് ചെയ്യുന്നുണ്ട്. എനിക്കത് ഇഷ്ടമാണ് പറഞ്ഞു കൊടുക്കുക. അത് ചെയ്യുന്നവര് ചെയ്തോട്ടെ. സീക്രട്ട് ഒന്നുമില്ല, ഇതിൽ ഒരു സീക്രട്ടും ഇല്ല. അങ്ങനെ സീക്രട്ട് നമ്മള് എല്ലാം ചെയ്യുന്നത് ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നത് അത് കണ്ട് അതിന്റെ ജെന്യൂനിറ്റി കണ്ടാണ് നമുക്ക് ഓർഡേഴ്സ്. ഓപ്പൺനെസ് ആണ് കിയാരയുടെ ട്രേഡ് മാർക്കറ്റ് അല്ലേ? 21 വെറൈറ്റി സോപ്പ് ഉണ്ട്. ഇത് ഷിയ ബട്ടറിന്റെ സോപ്പാണ്. എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കാം, നമ്മുടെ വെണ്ണ അല്ലേ, പാല്, അതിനെയല്ലേ ഉദ്ദേശിക്കുന്നത്? ബട്ടർ. ഇത് നാൽപ്പാമരം സോപ്പാണ്. നാൽപ്പാമരാതി ഓയിലിൽ ഉണ്ടാക്കുന്ന സോപ്പ്. ഇതൊക്കെ ഈ പ്രഗ്നന്റ് ഡെലിവറി കഴിഞ്ഞ ലേഡീസ് ഒക്കെ തേച്ച് കുളിക്കുന്നതാണ്, കുഞ്ഞുങ്ങളെയൊക്കെ തേച്ച് ആ ഓയിലിൽ ഉണ്ടാക്കുന്നതാണ് നാൽപ്പാമര സോപ്പ്. ഇത് രാമച്ചത്തിന്റെ വേര് കഴുകി ഉണക്കി പൊടിച്ച് അത് ചേർത്തുണ്ടാക്കുന്നതാണ് രാമച്ച. ഇത് വേർപ്പിന്റെ സ്മെല്ല് മാറാനും ഒരു കൂളിംഗ് ഇഫക്റ്റ് കിട്ടാനും രാമച്ച നല്ലതാണ്. ഇത് ഗോട്ട് മിൽക്കിന്റെ സോപ്പാണ്, ആട്ടിൻപാലിലെ സോപ്പാണ്. ഇത് ആട്ടിൻപാല് വെച്ചിട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ 21 തരം സോപ്പ് ഉണ്ട്. ഇത് തന്നെ ബീട്രൂട്ടിലെ സോപ്പുണ്ട്. അത് ഈ നമ്മള് വണ്ടി ഓടിക്കുമ്പം വെയിൽ കൊണ്ട് കരുവാളിപ്പൊക്കെ ഉണ്ടാകത്തില്ലേ, അതൊക്കെ മാറാൻ ഈ ബീട്രൂട്ട് സോപ്പ് നല്ലതാണ്.
ഈ തകര ഇലയിൽ നമ്മൾ ചെയ്യുന്ന ആൻറ്റി ഫംഗൽ സോപ്പുണ്ട്. ഇവിടെ തന്നെ പ്രൊഡക്ഷൻ യൂണിറ്റ് ചെയ്യാനുള്ള, അപ്പോൾ കുറച്ച് മെഷീനറീസ് ഒക്കെ ചേർത്ത് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഫ്രീ ആവും. ഇപ്പോൾ എല്ലാം ഹാൻഡ് മെയ്ഡാണ്. പിന്നെ ഒരു ഡ്രയർ കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ ഉണക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഔട്ട്ലെറ്റ് എല്ലാം നടക്കുമെന്നാണ് പ്രതീക്ഷ. അത് നടക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. പിന്നെ വ്യവസായ വകുപ്പ് അത് പറയേണ്ടതാണ്. വ്യവസായ വകുപ്പ്, കൃഷി വകുപ്പ്, ഇവിടെ നിന്നൊക്കെയാണ് നമ്മുടെ പ്രോഡക്ട്സ് എല്ലാം അവരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആ ലൈസൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവരിലൂടെ നമുക്ക് ഒത്തിരി എക്സിബിഷൻസ് വരുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ സബ്സിഡിയോട് കൂടിയുള്ള ലോണ് കാര്യങ്ങളെല്ലാം നമുക്ക് PMEGP വഴിയൊക്കെ വ്യവസായ വകുപ്പിൻ്റെ ട്രെയിനിങ്ങൊക്കെ EDP ട്രെയിനിങ്ങിനൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. 15 ദിവസത്തെ ക്ലാസ്സിന് പങ്കെടുത്തു, സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്ക് ലോണിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സബ്സിഡിയോട് കൂടി ലോണ് കിട്ടും. അത് ലോണ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് എന്ന് പറയുന്ന പഠിച്ചത് BCom ആണ് അല്ലേ? അതെ അതെ, പഠിച്ചതല്ല ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല അപ്പോൾ കൂടുതൽ പ്രോഡക്ട്സ് ഇറക്കാനും കൂടുതൽ ഔട്ട്ലെറ്റ് ആരംഭിക്കാനും ഒക്കെ ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. പഠിച്ചതൊക്കെ അവിടെ വച്ചിട്ട് പുതിയ പുതിയ പ്രായോഗിക പാഠങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരികയാണ് വിദ്യ. ഒപ്പം നമ്മുടെ സാധാരണ നാട്ടറിവുകളെ ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് എത്രത്തോളം പുതിയ തലങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നും കൂടി എല്ലാവരെയും കാണിച്ചു തരികയാണ്. ഓരോരുത്തർക്കും മാതൃകയായിക്കൊണ്ട് കാത്തിരിക്കുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും.